ഓരോ നാടിനും അതിൻ്റേതായ ഭംഗിയും സൗന്ദര്യവുമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ നാടിൻ്റെ ഭംഗിയും സൗന്ദര്യവുമാണ്. ദേ നോക്കിയ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു നാടാണ് എൻ്റേത്. കണ്ടോ, ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് ഒരു തോടല്ല കേട്ടോ, ഒരു റോഡാണ്. റോഡിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ തോടും അതുപോലെ തന്നെ കുളങ്ങളും കിണറുകളൊക്കെ നിറഞ്ഞാൽ ഈ തോട്ടിലേക്കാണ് ഇങ്ങനെ വെള്ളം ഒഴുകി പോവുക. ഈ തോട് ചെന്നെത്തുന്നത് നമ്മുടെ നിളയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിതാ തോട് കാണിക്കുന്നുണ്ട്. നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിട്ടൊന്നുമില്ല ഇപ്പോൾ തോട്. അത്യാവശ്യം വെള്ളം ഉണ്ട് എന്നേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇവിടുത്തെ ആളുകൾക്ക് കൂടുതലായിട്ടും വെറ്റില കൃഷി, അതുപോലെ തന്നെ കവുങ്ങ്, അതുപോലെ പിന്നെ ജാതിക്ക, അങ്ങനെ ഓരോ കൃഷി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ ഒരാളിങ്ങനെ തലയിൽ ചുവട് വെച്ച് പോകുന്നത്, അത് വെറ്റിലയാണ് കേട്ടോ. ചന്തക്ക് പോകുന്ന ആളാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ അഷ്റഫ് കാക്കയാണത്. ഇനി നോക്കിയേ, തോട് ഒഴുകി പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും മക്കളും കൂടിയിട്ടാണ് ഈ തോടിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത്. അല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സിനൊരു വൈബ് എന്ന് പറഞ്ഞാൽ നടന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നത് ഒരു പ്രത്യേക രസമാണ് അല്ലേ. നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അതിപ്പോൾ ഫോണിലൂടെ വിളിച്ചാലൊന്നും അത്രയൊരു ഇത് കിട്ടൂല. ആ വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വൈകുന്നേരമൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി, നമ്മൾ അടുത്തുള്ള കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, മഴത്തുള്ളി കാണുന്നുണ്ടോ? മഴത്തുള്ളി